ഹായ്. ഷാർജയിൽ നിന്ന് 400-ൽ പരം കിലോമീറ്ററുകൾ താണ്ടിയിട്ട് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് സുവൈഹാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് അബുദാബിയും കഴിഞ്ഞ് നമ്മൾ സൗദി ബോർഡറിലേക്ക് പോകുന്ന വഴി സിലയൊക്കെ ഇതിൻ്റെ അടുത്തായിട്ട് വരും. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഐലൻഡ് ഉണ്ട്, സുവൈഹാത്ത് ഐലൻഡ്. അവിടെ ക്യാമ്പിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ഇന്നലെ രാത്രി 400 കിലോമീറ്റർ താണ്ടിയിട്ട് പിന്നെ ഷാർജയിൽ നിന്നും നമ്മൾ എത്തിച്ചേർന്നത്. അപ്പോൾ എത്തുമ്പോഴേക്കും ഒരുപാട് ലേറ്റായി. നമ്മൾ ക്യാമ്പ് ചെയ്തു. ഷുവൈഹാത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, ഈ വഴിക്കൊന്നും സൂപ്പർ മാർക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങൾ കിട്ടുന്നത് റുവൈസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. റുവൈസിൻ്റെ ഇപ്പോൾ പേര് മാറ്റി അൽദന എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ അൽദന മാൾ എന്നാണ് സെർച്ച് ചെയ്താൽ കിട്ടുക. അപ്പോൾ നമ്മൾ ഇന്നലെ ക്യാമ്പ് ചെയ്ത സ്ഥലത്ത് നിന്നും ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് 40 മിനിറ്റിനും ഇടയ്ക്ക് ഡ്രൈവ് ഉണ്ടായിരുന്നു ഈ പറഞ്ഞ മാളിലേക്ക്. അതുകൊണ്ട് തന്നെ ഈ ഗ്രോസറി ഐറ്റംസ് ഇല്ലെങ്കിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുക. അങ്ങനെ ഇന്നലെ രാത്രിയാണ് നമ്മളിവിടെ, അതായത് സുവൈഹാത്തിലെത്തിയത്. ഇവിടെ നമ്മൾ ടെൻ്റ് അടിച്ചു, പിന്നെ ബാർബിക്യൂ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ നേരത്തെ കാലത്ത് കിടന്നു. നേരത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എത്താൻ വേണ്ടിയിട്ട് തന്നെ കുറച്ച് ലേറ്റായി. പിന്നെ ബാർബിക്യൂ ഒക്കെ ആക്കുമ്പോഴേക്ക് ഭക്ഷണം കഴിച്ച് അവിടെ കിടന്നതുകൊണ്ട് വീഡിയോസൊന്നും അങ്ങനെ കൂടുതൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പകലാണ് നമ്മുടെ അവിടുത്തെ ശരിയായ ഭംഗി കാണാൻ സാധിച്ചത്. ഇതാണ് സുവൈഹാത്ത് ഐലൻഡ് എന്ന് പറയുന്നത്. ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ബീച്ച്. നിങ്ങൾക്കിവിടെ ക്യാമ്പ് ചെയ്യാനും ബീച്ചിലെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനും, വേറെ പുറത്തുനിന്നുള്ള ആക്ടിവിറ്റീസ് ഇല്ല. നിങ്ങൾക്ക് ബീച്ചിൽ ഇറങ്ങി കുളിക്കാനും അതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റിയൊരു ബീച്ചാണ്. ഒരു പ്രൈവറ്റ് ബീച്ചിൻ്റെ ഒരു ഫീല് കിട്ടുന്നൊരു സ്ഥലമാണ് സുവൈഹാത്ത്. പിന്നെ ഇവിടെ മുമ്പ് പല ടൂറിസ്റ്റുകളും വന്നുകൊണ്ടിരുന്ന ഏരിയ ഇപ്പോൾ പോലീസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അറിയില്ല. പിന്നെ തൊട്ടടുത്ത് ചെറിയൊരു പള്ളി ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ ട്രക്കിലെ ഡ്രൈവർമാരൊക്കെ വന്ന് ആൾട്ട് ചെയ്യുന്നൊരു സ്ഥലം. പിന്നെ അടുത്തൊന്നും സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. സാധനങ്ങൾ കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും റുവൈസ് ഒരു 30 മിനിറ്റ് ദൂരമുള്ള റുവൈസ് മാളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ കിട്ടും. റുവൈസ് മാളിൻ്റെ പേരിപ്പോൾ മാറിയിട്ടുണ്ട്. അതായത് റുവൈസ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. പല അറബികളുടെയും ഷെയ്ഖുമാരുടെയൊക്കെ തോട്ടങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ അവരാണ് ഇവിടെ മെയിനായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ. പിന്നെ അധികം ആൾതാമസമൊന്നും ഇല്ലാത്ത ഏരിയ ആണിത്. തികച്ചും തരിശു ഭൂമിയാണെന്ന് പറയാം. പിന്നെ ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ടോയ്ലറ്റിൻ്റെ അവൈലബിലിറ്റി ആയിരിക്കും. അപ്പോൾ ക്യാമ്പിങ്ങിൻ്റെ കൂടെ നിങ്ങൾ കൂടുതലായിട്ട് ഒരു പോർട്ടബിൾ ടോയ്ലറ്റ് പോലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നന്നായിരിക്കും. ഇതില്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ 30 മിനിറ്റോ 20 മിനിറ്റോ കാറിൽ സഞ്ചരിച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള അഡ്നോക്ക് പമ്പിൽ പോയിട്ട് നിങ്ങൾക്ക് ആ സൗകര്യങ്ങൾ അവിടെ ലഭിക്കും. നമ്മൾ അഡ്നോക്കിലേക്കാണ് പോയത്. വളരെ പഴയൊരു പമ്പാണ് നമുക്ക് അവിടെ കിട്ടിയത്. ദുബായ്, അബുദാബി പോലുള്ള വലിയ നഗരങ്ങളിൽ താമസിച്ച് മടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ക്യാമ്പ് ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇഷ്ടമാണെങ്കിൽ, അതല്ലെങ്കിൽ ക്യാമ്പിങ് പോലുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സ്ഥലവും ഇഷ്ടപ്പെടും. അതല്ലാതെ റിസോർട്ട് പോലുള്ള ഒരുപാട് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ടൂറിസ്റ്റ് പ്ലേസുകൾ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ക്യാമ്പിങ് ആസ്വദിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയൊരു സ്ഥലമാണ് സുവൈഹാത്ത് ഐലൻഡ്. കണ്ടില്ലേ, ചില സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇത് UAE ആണോ അല്ലെങ്കിൽ ഒരു അറബ് നാടാണോ എന്ന് പിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ ഒരു മാൽഡീവ്സിലൊക്കെ പോയൊരു ഫീലാണ്. ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം രണ്ട് സൈഡിലും, അതുപോലെ തന്നെ നടുക്ക് ടാറിടാത്തൊരു റോഡ്, ഒരു മൺതിട്ടയിലേക്ക് കൂടി പോകുന്ന ഒരു ഫീല്, ഒരു വെറൈറ്റി അനുഭവം തന്നെയായിരുന്നു. വേറെ എങ്ങും ഇതുപോലുള്ള സ്ഥലങ്ങൾ കണ്ടിട്ടില്ല UAE-ൽ. ഉണ്ടാവാം, നമ്മളവിടെ എത്തിച്ചേർന്നിട്ടില്ല എന്നതാണ് സത്യം. പിന്നെ നമ്മുടെ നാട്ടിലതുപോലെ അതിപ്പോൾ കോവളത്തൊക്കെ പോയാലുള്ളൊരു ഫീലുണ്ടല്ലോ, അതാണ് ഈ സൈഡിൽ മൊത്തം കാണുന്നത്. ഒരു ബീച്ച് ഏരിയയിൽ നമ്മുടെ നാട്ടിലെ പോലത്തെ വീടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു അടിപൊളി വെറൈറ്റി അനുഭവം തന്നെയായിരിക്കും ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ. ഇതിൻ്റെ അടുത്ത് മറ്റ് ചില ഐലൻഡുകളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസുകളും ഉണ്ട്. അതിലുപരി
അബുദാബിയിൽ നിന്നും സൗദിയിലേക്ക് ഇവിടുന്ന് ഒരു ട്രെയിൻ സർവീസ് ഉണ്ട്. അതായത് പാസഞ്ചർ ട്രെയിനല്ല, നേരെ മറിച്ച് പെട്രോൾ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പെട്രോളിയം കൊണ്ടുപോകുന്ന അബുദാബിയിൽ നിന്നും സൗദിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചരക്ക് ട്രെയിൻ ഇവിടെ ഓടുന്നുണ്ട്. അതിൻ്റെ അടുത്തേക്ക് പോകാൻ നമുക്ക് സാധിച്ചില്ല. വളരെ ദൂരെ നിന്ന് ട്രാക്കിലൂടെ ട്രെയിൻ പോകുന്നത് കാണുന്നുണ്ടായിരുന്നു. പഴയ ഒരു അഡ്നോക്ക് പമ്പ്, ആ പഴയ അതേ സ്റ്റൈലിൽ തന്നെ ഇപ്പോഴും അവർ കീപ്പ് ചെയ്ത്. ഇവിടെ ഒരു കഫ്റ്റേരിയ ഉണ്ട്. കഫ്റ്റേരിയൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു പള്ളിയുണ്ട്. വളരെ പഴയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. മൊത്തം അറ്റ്മോസ്ഫിയർ ഒരു പഴമ നമുക്ക് ഫീൽ ചെയ്യും. പമ്പായാലും പള്ളി ആയാലും കഫ്റ്റേരിയ ആയാലും. പിന്നെ ഈ കഫ്റ്റേരിയൻ്റെ ഒരു പ്രത്യേകത, അവിടെ കാർഡ് എടുക്കില്ല, ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്യാഷ് കയ്യിൽ കരുതണം. പിന്നെ കണ്ടില്ലേ, വളരെ പഴയൊരു പമ്പാണ്. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയത്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഫ്രഷപ്പ് ചെയ്യേണ്ട ടെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നമുക്ക് സ്ലീപ്പ് ചെയ്യേണ്ട മാത്രമുള്ള ടെൻറ്റ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ പോർട്ടബിൾ ടോയ്ലറ്റും ഫ്രഷപ്പ് ചെയ്യേണ്ട ടെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ക്യാമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈറ്റിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടതാണ്. ക്യാമ്പിങ് ലൈറ്റ്സൊക്കെ ഇല്ലേ, അത് തീർച്ചയായിട്ടും എടുക്കണം. കാരണം ഇവിടെ തരിശു ഭൂമിയാണ്, മരുഭൂമിയാണ്. അപ്പോൾ അതുപോലെ തന്നെ കടൽ തീരവുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ലൈറ്റൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ കൊണ്ടുവരിക. നല്ല ക്യാമ്പ് കൊണ്ടുവരിക, ടെൻറ്റ് കൊണ്ടുവരിക. എൽമ ഐലൻഡ്, സിർബനിയാസ് എന്നൊക്കെ പറയപ്പെടുന്ന സ്ഥലമാണിത്. ഇംഗ്ലീഷുകാരൻ ഓടുന്നുണ്ട്. ഇവിടെ വന്നാൽ പോക്കറ്റ് കാലിയായിട്ട് ഇതുപോലെ ഓടും തിരിച്ച്. എന്നിട്ട് കുക്ക് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ കൊണ്ടുവന്നിരുന്ന് കുക്ക് ചെയ്ത് കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം റെസ്റ്റോറൻറ്റ് കാര്യങ്ങൾ ഇതിൻ്റെ അടുത്തൊന്നുമില്ല. അങ്ങനെയുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ എത്തുന്നതിന് മുമ്പ് വണ്ടിയിൽ പെട്രോൾ ഫുള്ളാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം ഒരു പമ്പ് കഴിഞ്ഞാൽ പിന്നെ കുറേ കിലോമീറ്ററുകൾ കഴിഞ്ഞിട്ടാണ് അടുത്ത പമ്പ് കിട്ടുക. നമ്മുടെ ടൗണിലൊക്കെ കിട്ടുന്ന പോലെ ഈസി ആയിട്ട് അടുത്തടുത്ത പമ്പുകളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കുടിവെള്ളം തീർച്ചയായിട്ടും സ്റ്റോക്ക് ചെയ്തിട്ട് വരിക. അമ്മ ഇപ്പോൾ ഉള്ളത് ഡെൽമ പിന്നെ ഫെറി ഐലൻഡിലുള്ളത്. ഡെൽമ ഫെറിയിലാണ് ഉള്ളത്. ഇവിടുന്ന് ബോട്ട് ഫ്രീ ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പറ്റുവാണെങ്കിൽ വണ്ടിയുമായിട്ട് ഡെൽമ ഐലൻഡിലേക്ക് പോകണം. ഇന്ത്യയിൽ എടുത്തിട്ട് ഒരാളെ കാണുന്നു. ആരാന്ന്? ബോട്ട് ഫ്രീയാ? ബോട്ട് ഫ്രീ ആണെങ്കിൽ പോവാം നമുക്ക്. ഇവിടെ ഓൺലൈനിൽ ടിക്കറ്റുകൾ അവൈലബിൾ ആണ്. ഓൺലൈനിൽ എടുത്തിട്ടാണ് കൂടുതൽ ആൾക്കാരും വരുന്നത്. അല്ലെങ്കിൽ സീറ്റ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇവിടെ ക്യാഷ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് പോകാൻ വേണ്ടി പറ്റും. വണ്ടിയും കൊണ്ടുപോകാം, അല്ലാതെയും പോവാം. ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ സിർബനിയാസ് എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്. അവിടത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് പോവാം. പക്ഷേ അത് നേരത്തെ ബുക്ക് ചെയ്യണം. മാത്രമല്ല അവിടുത്തെ ഹോട്ടൽ നമ്മൾ ബുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഏകദേശം ഒരു 1,000-1,500 ഒക്കെ ചാർജ് വരും. പിന്നെ സിർബനിയാസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ബജറ്റഡായിട്ട് പോയി വരാൻ പറ്റുന്നത് ഡെൽമയിലാണ്. ഇങ്ങനെയാണ് കേട്ടോ വണ്ടിയായിട്ട് നമുക്ക് ഈ ഫെറിയിൽ അപ്പുറത്തെ ഡെൽമ ഐലൻഡിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ശ്രമം ഉപേക്ഷിച്ചിട്ടോ. അവിടെ 1 മണിക്ക് ഡെൽമയിലേക്ക് ബോട്ടുണ്ട്. പക്ഷെ തിരിച്ച് വരാൻ ഇന്ന് ബോട്ടില്ല, നാളെ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് 1 ഡേ ടൂറായി ഇറങ്ങിയതുകൊണ്ട് അതിന് ശ്രമിക്കുന്നില്ല. നമുക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകേണ്ട ആവശ്യമുണ്ട്. താരിഫിലാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ്. നല്ല അഫ്ഗാനി പുലാവ് ഇവിടെ കിട്ടും. നമ്മളതാണ് ട്രൈ ചെയ്തത്. അടിപൊളിയാണ്. നല്ലൊരു ഫ്രഷ് മിൽക്ക് ചായ. ഇതാണ് താരിഫ് ഒരു അഡ്നോക് പെട്രോൾ സ്റ്റേഷനുണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്.
Vale,